ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി രീതിയിൽ നൂഡിൽസ് തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് ഹിപ്പി മാഗിയൊക്കെ മേടിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിനി ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ചിക്കി എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മുട്ട ഒരുപാട് നൂഡിൽസിൽ വേണമെന്നുള്ളവർക്ക് 4 മുട്ടയൊക്കെ എടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഈ സമയം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം ഒന്ന് വെക്കാനായിട്ട്. അപ്പോൾ അതേ ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ മുട്ടയൊന്ന് ചിക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ പീസായിട്ട് മുട്ടയുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അടുത്ത് ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ആ പാനിൽ എല്ലായിടത്തും ആകും വിധം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഓയിൽ. ഇനി ആ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയുമാണ്. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് നൂഡിൽസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു കാണും, അവർക്ക് ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരുപാട് വേണമെന്നുള്ളവർക്കുണ്ട് അവർക്ക് കൂട്ടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ഇനി ആ ഓയിലിൽ ജസ്റ്റ് നമുക്കതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആ വെജിറ്റബിൾസിൽ ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ഹിപ്പിയൊക്കെ പാക്കറ്റ് മേടിക്കുമ്പം അതിൻ്റെ മസാല കിട്ടാറുണ്ട്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ 4 മസാല പാക്കറ്റ് ആയിരുന്നു ഞാൻ മേടിച്ചതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മസാല ആ വെജിറ്റബിൾസിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പം മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇനി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കതിലേക്ക് നൂഡിൽസ് വെച്ച് കൊടുക്കാം. നൂഡിൽസ് കുറച്ച് സമയം കഴിയുമ്പം ഇതൊന്ന് ലൂസായിട്ട് വരും. ഇതേ കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നൂഡിൽസ് എളുപ്പം തന്നെയാണ് ഒന്ന് റെഡിയായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും പാതി വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ തുടക്കത്തിൽ ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ വേവിനനുസരിച്ച് വേണം വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇത് അങ്ങ് ഓവറായിട്ട് വെന്തിട്ട് കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല, കഴിക്കാനും അതുപോലെ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാഗി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ചേർക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ തുടക്കത്തിൽ മുട്ട ചെറിയ ചെറിയ പീസായിട്ട് ചിക്കി വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നൂഡിൽസിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഹിപ്പിയും മാഗിയൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല രുചിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.